ബ്ലെസ്സി ഡയറക്റ്റ് ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം എന്ന ചിത്രം ബെന്യാമിൻ്റെ അതേ പേരിലുള്ള ഒരു നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. ഈ നോവലിലെ കഥ നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയതാണ്. വിവാഹം കഴിഞ്ഞ് സൗദി അറേബ്യയ്ക്ക് പോയ നജീബ് വിസ തട്ടിപ്പിൽപ്പെട്ട് ചെന്നു ചേർന്നത് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ആട് വളർത്തുന്ന ഒരു അറബിയുടെ അടുത്താണ്. മനുഷ്യപ്പറ്റില്ലാത്ത ആ സ്പോൺസറുടെ ആടിനെ വളർത്തുന്ന മരുഭൂമിയിലുള്ള ഏതോ ഒരു സ്ഥലത്ത് അകപ്പെട്ട മജീദ് പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അറബിയുടെ ആടിനെ നോക്കി ഭക്ഷണവും വെള്ളവുമില്ലാതെ ജീവിക്കേണ്ടി വന്നതും അറബിയുടെ ക്രൂരതയ്ക്ക് ഇരയായതും ജീവിച്ച നാളുകളിൽ ആടുകൾ മാത്രം കൂട്ടായി അവയ്ക്ക് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുടെ പേരിട്ട് അവറ്റകളോട് സംസാരിച്ച് ഉറ്റവരുടെയും ഉടയവരുടെയും യാതൊരു വിവരവുമില്ലാതെ കഴിഞ്ഞ നാളുകൾ. നാട്ടിൽ ഗർഭിണിയായിരുന്ന ഭാര്യയും പിതാവുമെല്ലാം മജീദിൻ്റെ വിവരങ്ങൾ അറിയാതെ ഒടുവിൽ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് വരെ കരുതിയിരുന്ന സമയം. ഒടുവിൽ ഒരു നാൾ മജീദ് അറബിയുടെ മരുഭൂമിയിലെ ആടുഫാമിൽ നിന്ന് രക്ഷപ്പെട്ട് 1.5 ദിവസത്തോളം ഓടി ഒരുവിധം ബത്തയിലെത്തി. പിന്നീട് പോലീസിന് പിടികൊടുത്ത് അവർ മജീദിനെ ഇന്ത്യയിലെത്തിക്കുന്നതും വീട്ടിലെത്തിയ മജീദ് താൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ മകനെ കാണുന്നതുമെല്ലാം ഈർന്നണിഞ്ഞ കണ്ണുകളോടെയല്ലാതെ ഏതൊരു കഠിന ഹൃദയമുള്ള വ്യക്തിക്കും കണ്ടിരിക്കാൻ സാധിക്കുകയില്ല. അറേബ്യയിൽ വിസ തട്ടിപ്പിലും ചതിവിലും പെട്ടുപോയ പ്രവാസ ജീവിതം നയിച്ച പതിനായിരങ്ങളുടെ പ്രതിനിധിയാണ് മജീദ്. മജീദിൻ്റെ ജീവിതം നോവലാക്കിയ ബെന്യാമിൻ മജീദ് അനുഭവിച്ച യാതനകളുടെയും ദുരിതത്തിൻ്റെയും ഭീകരത ഒട്ടും കുറഞ്ഞു പോകാതെ തന്നെ നോവലിൽ എഴുതി. ആ കഥ സിനിമയായപ്പോൾ പൃഥ്വിരാജാണ് മജീദിൻ്റെ റോളിൽ അഭിനയിച്ചത്. വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജ് പ്രയത്നിച്ചത് കുറച്ചൊന്നുമല്ല. തിയേറ്ററുകളിലിരുന്ന് യഥാർത്ഥ മജീദിനെ പൃഥ്വിരാജിലൂടെ കാണുമ്പോൾ അതൊരു വേറിട്ട അനുഭവം തന്നെയാവും. ചിത്രത്തിന് സംഗീതം AR റഹ്മാനും സിനിമാറ്റോഗ്രാഫി സുനിൽ KS എഡിറ്റിംഗ് A ശ്രീകർ പ്രസാദും നിർവഹിച്ചു. മാർച്ച് 28-ന് ആടുജീവിതം വേൾഡ് വൈഡ് റിലീസാവും.